ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ഡെയിലി റുട്ടീൻ, നമ്മൾ പതിവായി ചെയ്യുന്ന ചില കാര്യങ്ങളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക ഇംഗ്ലീഷ്. ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യം. ഫോർ എക്സാമ്പിൾ, ഐ ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗ് അറ്റ് 5 o'clock. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock in the morning. അതുപോലെ ഐ ഗോ ടു ബെഡ് അറ്റ് 10 PM. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഡെയിലി ചെയ്യാറുള്ള കാര്യമാണ്. എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങാൻ പോകാറുള്ളത്? എപ്പോഴാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ചോദിക്കുക എന്നുള്ളത്, അത് ചോദിച്ച് ചെയ്ത് പഠിക്കണം. നമ്മൾ മുമ്പ് ചെയ്തതുമായി ചെറിയ ചെറിയ രീതിയിൽ കണക്ട് ചെയ്താണ്. നമ്മൾ രാജു ഡ്രൈവ്സ് ഔട്ട് ഓഫ് ദി എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഹി ടേൺസ് റൈറ്റ്, ഹി ടേൺസ് ലെഫ്റ്റ്, ലൈക്ക് ദിസ്. The same pattern we are following, but here there is a slight difference. ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ള എന്താ വെച്ചാൽ, വാട്ട് ഡു യു ഡു. മറ്റത് ഹൗ ഡസ് രാജു ഓർ വാട്ട് ഡസ് രാജു ഡു എന്നായിരുന്നു നമ്മളവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ നമ്മളെ ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഡു രാജു, അതല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ സെക്കൻഡ് പേഴ്സൺ ആണ്, അഥവാ യു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. യു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഐ, സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു. ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഇവരെയൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഡു. ഡസ് ഉപയോഗിക്കുന്നത് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ഒരു തേർഡ് പേഴ്സൺ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോഴാണ്. ഉദാഹരണത്തിന് ഹിയോ, ഷിയോ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ്. മറ്റൊരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ. സോ അതാണ് ഇതിൽ വരുന്ന ഡിഫറൻസ്. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്യേണ്ടത്. അതിന്റെ റൂൾസ് ഒരുപാട് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക ആൻഡ് പ്രാക്ടീസ് സ്പീക്കിംഗ് ഇൻ ദ റൈറ്റ് വേ. ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ എന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം, വെൻ ഡു യു ഗെറ്റ് അപ്പ്, വെൻ ഡസ് യു ഗെറ്റ് അപ്പ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല. അത് നിങ്ങളുടെ ടങ്ങിന് കംഫർട്ടബിൾ ആവുകയില്ല. സോ മേക്ക് ഇറ്റ് എ പ്രാക്ടീസ് to speak in the right way, and you will automatically and naturally start speaking the right English. So here today we are doing this practice. When do you get up in the morning? And answer എനിക്കറിയാം, I get up at 5 in the morning. Then what do you do? പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് on a daily basis as a part of your routine? നിങ്ങളുടെ റുട്ടീന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഒന്ന് പേനയും പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി തുടങ്ങാം. ഇതിപ്പോ ഐ ജസ്റ്റ് ഷോഡ് യു സം സാമ്പിൾ സെന്റൻസസ് ദാറ്റ് ഐ ഡു. ഞാൻ ചെയ്യുന്ന ചില സാമ്പിൾ കാര്യങ്ങൾ മാത്രമാണ് ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഐ വാഷ് മൈ ഫേസ് ആൻഡ് ഹാൻഡ്, ഐ ഗോ ടു ടോയ്ലറ്റ് ആൻഡ് ദെൻ സിറ്റ് ലിസണിങ് ടു ദ മോർണിംഗ് മ്യൂസിക് ലൈക്ക് chit chat of the birds, sound of the wind, and all the birds twittering. ബ്യൂട്ടിഫുൾ നാച്ചുറൽ വോയിസ് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഇരിക്കും. ഐ ജോഗ് ആൻഡ് ഡു വർക്ക് ഔട്ട് അറ്റ് 6 AM. ഐ ടേക്ക് ബാത്ത്, ഐ ടേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഐ ഗെറ്റ് റെഡി ഫോർ മൈ ബിസിനസ് ആൻഡ് ഐ ഗോ ടു ബെഡ് അറ്റ് 10 at night. ഇത് ഞാൻ കുറച്ച് സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഇതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യു ജസ്റ്റ് സ്റ്റാർട്ട് റൈറ്റിംഗ് ഇൻ ദിസ് വേ. വാട്ട് ഈസ് യുവർ ഡെയിലി റുട്ടീൻ? നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ എഴുതി വെക്കുക. ദെൻ യു ക്യാൻ ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻ. ഈ ആൻസർ കിട്ടാവുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ പ്രിപ്പയർ ചെയ്യാം. സോ വാട്ട് ഡു യു ഡു ഓർ വെൻ ഡു യു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് എന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് നിങ്ങൾ മോർണിംഗിൽ എഴുന്നേൽക്കാറുള്ളത് എന്നതാണ് അതിന്റെ അർത്ഥം. സോ ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 in the morning. പിന്നെ ഓരോ ദിവസവും ഞാൻ ചെയ്യാറുള്ള കാര്യം, ഐ റീഡ് ന്യൂസ് പേപ്പർ or I watch television, I go to toilet, I take my breakfast, I get ready for my business. So like this, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ വേർബിന്റെ ഫസ്റ്റ് ഫോമിലൂടെ തന്നെ നമ്മൾ അവിടെ
ഡു ആണ് ക്വസ്റ്റ്യനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും കൂടെ ഒരു യെസ് വരുന്നില്ല. നേരത്തെ നമ്മൾ ഡ്രൈവ് എന്ന് വന്നപ്പോ രാജു ഡ്രൈവ്സ് യെസ് നമ്മൾ ആഡ് ചെയ്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അതില്ല. ബിക്കോസ് വി ആർ യൂസിങ് സെക്കൻഡ് പേഴ്സൺ ഓർ ബിക്കോസ് വി ആർ ആൻസറിങ് ഇൻ ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഞാനാണ്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് നീയാണ്, ഐ, യു. അപ്പൊ ആ രീതിയിൽ നമ്മൾ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വളരെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. സിംപ്ലി യു ക്യാൻ മേക്ക് sentences like this. Just after writing a few sentences about your daily routine, just ask these questions. I will make a few more questions, sample questions for you. I take bath. ഞാൻ പറഞ്ഞല്ലോ, I take bath, I take my breakfast. So ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, when do you, what do you do, what do you do after your bath? കുളിച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? എന്താ പറയാ ആൻസർ? ഐ ടേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ്. എപ്പോഴാണ് നിങ്ങൾ ജോഗ് ചെയ്യുന്നത്, വർക്കൗട്ട് ചെയ്യുന്നത്? വെൻ ഡു യു ജോഗ് ആൻഡ് ഡു യുവർ വർക്കൗട്ട്? വെൻ ഡു യു ജോഗ്, വെൻ ഡു യു വാക്ക്, വെൻ ഡു യു ഡു ഫിസിക്കൽ എക്സസൈസസ്? ആൻസർ എന്താണ്? ഐ ജോഗ് അറ്റ് 6 AM. So like this, you frame questions, as many questions as possible, making it easy for you, making it is naturally coming through your tongue, effortlessly, automatically, naturally. So in that way, you need to practice. So first you just remember, speak, ask these questions in your mind. നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക. അതുപോലെ നിങ്ങളുടെ ഡെയിലി റുട്ടീനെ കുറിച്ച് ആദ്യം ഫസ്റ്റ് സെന്റൻസസ് നിങ്ങളെ മനസ്സിലൊന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുക. നിങ്ങൾ സ്വയം ഒന്ന് ഇങ്ങനെ സംസാരിക്കാൻ ശേഷം then you write it in your notebook or paper or journal, wherever you do it. That's all for today. For today's and we can meet with another topic in the next session. Thank you. Have a nice day.